എവിടെ പോവാ? എവിടെ പോന്നേ? എങ്ങോട്ടേക്ക്? എങ്ങോട്ടേക്ക്? ബാംഗ്ലൂർ. ഞാനിപ്പോൾ അതാ ബാംഗ്ലൂർ ട്രിപ്പിന് വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും, ഞാനും സിസ്റ്ററും ബ്രദറും അളിയനും എല്ലാവരും ഉണ്ട്. പിന്നെ 10 ദിവസവും ഞങ്ങളിപ്പോൾ അതാ റെഡി ആയി നിന്നിട്ടുണ്ട്. വണ്ടിയൊക്കെ റെഡിയാണ്. അങ്ങനെ നമ്മളെ പഞ്ചള്ളിയിലെ ക്യാബേജ് കൃഷി. നമ്മളിപ്പോൾ മൈസൂറിലേക്ക് എത്തിയിട്ടുണ്ട്. മൈസൂർ പാലസിൻ്റെ ഒക്കെ മുമ്പായിട്ടാണ് ഇത്. ഞങ്ങളിപ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ മൈസൂർ ടു ബാംഗ്ലൂർ പോകുന്ന ഹൈവേയിൽ, അതായത് ഏകദേശം ഒരു ശ്രീരംഗപട്ടണമൊക്കെ എത്താനാകുന്ന സമയത്താണ് നമ്മളുടെ വിൻറ്റേജ് കാറിൻ്റെ, പയന വിൻറ്റേജ് കാറിൻ്റെ ഒരു മ്യൂസിയം പുതിയതായിട്ട് തുറന്നിട്ടുണ്ട്. അപ്പോൾ അവിടത്തേക്കാണ് നമ്മളുടെ ഫസ്റ്റ് വിസിറ്റ്. ഇതിപ്പോൾ പാലസിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ്. അപ്പോൾ അനിയത്തി അവിടെ എന്തൊക്കെയോ കണ്ടപ്പോൾ അത് ജസ്റ്റ് മേടിക്കുന്നത്. ഇതാണിപ്പോൾ പാലസിൻ്റെ മുമ്പാകത്തു നിന്നുള്ള ഒരു സൂപ്പർ വ്യൂ ആണിത്. നമ്മളിപ്പോൾ ഒരു 11 ആയപ്പോഴാണ് അവിടുന്ന് പുറപ്പെട്ടത്. ഞങ്ങളിപ്പോൾ അതാ മൈസൂരിൽ എത്തിയിട്ടുണ്ട്. മൈസൂർ കഴിഞ്ഞ് നമ്മളിപ്പോൾ ആ ഒരു വിൻറ്റേജ് കാറിൻ്റെ ഒക്കെ അടുത്തായിട്ട് തന്നെ ഒരു ഹള്ളിമന എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നല്ല വെജിറ്റേറിയൻ ഫുഡ് കിട്ടും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ശ്രീരംഗപട്ടണം എത്താനാകുമ്പോൾ, അതായത് മൈസൂർ കഴിഞ്ഞ് ശ്രീരംഗപട്ടണം എത്താനാകുമ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് തള്ളിമന റെസ്റ്റോറൻറ്റ് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് എത്തിയിട്ട് എന്താ പറയുക, ഒരു യൂട്ടേൺ എടുത്തിട്ട് വരണം കുറച്ച് മുമ്പോട്ട് പോയിട്ട്. അപ്പോൾ യൂട്ടേൺ എടുത്ത് കഴിഞ്ഞിട്ട് വന്നാൽ ആ കാണുന്നതാണ്, ആ വലിയ ടയർ പോലെ എന്താ പറയുക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മളുടെ കാർ മ്യൂസിയം ഉള്ളത്. എന്താ പറയുക, ഒരു വിൻറ്റേജ് കാർ മ്യൂസിയം ആണിത് നമ്മളുടെ പയന. അപ്പം ഞങ്ങളത് അവിടെ എത്തിയിട്ടുണ്ട്. പുതിയ കാറങ്ങ് നറുക്കിപ്പോ പജാമരത്തേക്ക് അങ്ങോട്ട് കോട്. തമ്പ് കൊടുക്കുന്നു. ടയറിൻ്റെ പ്രശ്നമില്ല. ഇൻസ്ട്രക്ഷൻ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറാണ്. അതായത് 50 റുപ്പീസാണ് പെർ പേഴ്സണിന് ടിക്കറ്റ്. 50 റുപ്പീസ് വേർത്താണ്. കാരണം കുട്ടികൾക്കായാലും വലിയ ആൾക്കാർക്കായാലും ഒക്കെ ഇതിനകത്ത് കാണാനുണ്ട്. അതുപോലെ ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ കാണാനുള്ള കാഴ്ചയുണ്ട് ഒരുപാട്. ഇപ്പോഴത്തെ
അതന്നെ. എന്ത് ഇനിയിപ്പോ ഫാനും പയതാന്ന്. ടാക്സി, ഓൾഡ് ടാക്സിയിലിത് MH നമ്പർ പ്ലേറ്റുകൾ അംബാസിറ്റ്. പജുവിന്റെ ചോറ് വയ്ക്കുന്ന പ്ലേറ്റ് ഇതാ. ഇതാണപ്പോൾ നമ്മളുടെ പയണ വിൻറ്റേജ് കാറിൻ്റെ വിശേഷം. ഇവിടെ ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവും. ഒരുപാട് വണ്ടികൾ, അതായത് വലിയ വലിയ ആൾക്കാർ ഉപയോഗിച്ച കാറുകളും ഒരുപാട് വണ്ടികളുണ്ട്. അതിൻ്റെയൊക്കെ പേരൊന്നും എനിക്കറിയില്ല. അത്രയും വണ്ടികളുടെ കളക്ഷൻസ് ഉണ്ട് യൂജ്. അപ്പോൾ കുട്ടികൾക്കും പിന്നെ ഈ വണ്ടികൾ ഭയങ്കര ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഈ ഒരു സ്ഥലം. എന്തായാലും തീർച്ചയായും വിസിറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നതിനേക്കാളും നേരിട്ട് തന്നെ നമുക്ക് അതൊരു എൻജോയ് ചെയ്യാൻ, അതായത് ഈ വണ്ടികൾക്കൊക്കെ അറിയുന്ന ആൾക്കാർക്കൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും എൻ്റെ വോയിസ് പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല. എന്തായാലും തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. 50 റുപ്പീസിന് ഫുള്ളി വേർത്താണ്. അതായത് 12 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്കൊന്നും ടിക്കറ്റും ഇല്ല. അപ്പോൾ നല്ലൊരു സ്ഥലവും കൂടിയാണ് ഇത് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട, മൈസൂർ കഴിഞ്ഞിട്ടാണ് ഈ ഒരു സ്ഥലം കിട്ടുന്നത്. ശ്രീരംഗപട്ടണത്തിനും കുറച്ച് മുമ്പായിട്ട്. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മളുടെ പയന വിൻറ്റേജ് കാർ മ്യൂസിയത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നും പറയുമ്പോൾ തന്നെ ഒരുപാട് നല്ല വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ. I need you to listen, I need you to hear, and don't show any fear.